ഹായ്, ഇസ് മി പ്രിൻസ്. എല്ലാവർക്കും ലൈക്ക് ടോൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവാസ് ടു ഗോ ഫോർ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് നിവിൻ പോളി 50 അതിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ. അദ്ദേഹത്തിൻ്റെ 50ാമത്തെ ചിത്രം വിജയം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. വിജയം. അൽഫോൺസ് അതിൻ്റെ സംവിധായകൻ. അൽഫോൺസ് നിവിൻ പോളി കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം പ്രേമം. അതായിരിക്കും എല്ലാവർക്കും ആദ്യം ഓർമ്മയിലേക്ക് വരിക. പ്രേമം ഉണ്ടാക്കിയ ഓളമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ പാട്ടുകൾ, സിനിമ ഫുള്ള് ടോട്ടൽ വലിയൊരു ഓളം സൃഷ്ടിച്ച അതിൻ്റെ ട്രെൻഡിങ് കോസ്റ്റ്യൂം വരെ ട്രെൻഡിങ് ആയ ഒരു സിനിമയായിരുന്നു പ്രേമം എന്നത്. ബ്ലാക്ക് ഷർട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയേറെ വലിയൊരു ഓളം ഉണ്ടാക്കിയ സിനിമ 2015 പുറത്തിറങ്ങിയ പ്രേമത്തിന് ശേഷം ഇവരും ഒന്നിക്കുന്നതാണ് ഇത്തരത്തിൽ വലിയൊരു ഹൈപ്പ് എന്നത്. അപ്പോൾ ടൈറ്റിൽ അനൗൺസ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഒരു റൈഡറിൻ്റെ ഒരു റോളാണ് നിവിൻ പോളി ചെയ്യുന്നത്. അതിൽ കാണാൻ സാധിക്കുന്നത് നിവിൻ പോളി ബൈക്കിൽ വന്ന് അൽമോൺസ് അവിടെ നിൽക്കുന്നു. അപ്പോൾ അൽമോൺസ് സംസാരിക്കുന്നു. അങ്ങനെയുള്ള സീൻസ് കാര്യങ്ങളൊക്കെയാണ് അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ കാണുവാനായിട്ട് സാധിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസ്റ്റർ പീസ് ഉറുമ്പിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് കാര്യങ്ങളൊക്കെ അതിൽ ഒരു ചെറിയൊരു ട്രോള് പോലെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും വലിയൊരു ഹൈപ്പ് അല്ലെങ്കിൽ വലിയൊരു ഹൈപ്പ് ഓൾറെഡി ചിത്രത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നിവിൻ പോളി അൽഫോൺസ് പുത്രൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഹൈപ്പാണ്. നേരം, പ്രേമം, അതിനുശേഷം അവരുടെ അടുത്ത ചിത്രമായ വിജയം എന്ന ചിത്രത്തിന് കൊടുത്തിരിക്കുന്ന ടൈറ്റില്. അപ്പോൾ പ്രേമത്തിന് മുകളിൽ വരുമോ അല്ലെങ്കിൽ പ്രേമത്തിനൊപ്പം ആവുമോ അതിന് താഴെ പോകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ഒരു കൂട്ടുകെട്ടെന്നത് എപ്പോഴും ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പെക്റ്റേഷൻ തരുന്ന ഒരു കൂട്ടുകെട്ടാണ് ഈ നിവിൻ പോളി അൽഫോൺസ് പുത്രൻ കൂട്ടുകെട്ടെന്നത്. ഏതായാലും ചിത്രത്തിൻ്റെ മറ്റ് താരങ്ങളാരൊക്കെയാണെന്നും ഒന്നും പുറത്തു വിട്ടിട്ടില്ല ഈ ഒരു സംഭവം എന്നത്. നിവിൻ പോളിയുടെ 24ാമത്തെ ചിത്രമായിട്ടായിരുന്നു പ്രേമം റിലീസ് ചെയ്തത് 2015. അതിനുശേഷം ഇത് 5ാമത്തെ ചിത്രം. 5ാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോഴും അൽഫോൺസ് പുത്രൻ നിവിൻ പോളി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയ സംവിധായകരിൽ ഒരാളായിരുന്നു അൽഫോൺസ് പുത്രൻ എന്നത്. വിനീത് ശ്രീനിവാസനും അൽഫോൺസ് പുത്രനുമായിരിക്കും നിവിൻ പോളിയുടെ കരിയറിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരേണ്ട സംവിധായകർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം നിവിൻ പോളിയെക്കുറിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പരാജയത്തിലായിരുന്നു. കരിയറൊക്കെ ഡൗൺ ആയിരുന്നപ്പോൾ സർവ്വമായയിലൂടെ 2021 തിരിച്ചു വന്നു. അതിനുശേഷം ഇറങ്ങിയ ചിത്രം പ്രതിച്ഛായൊന്നും വേണ്ടത്ര രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചില്ലെങ്കിലും ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഓണത്തിന് വരുന്നു. അതും ഖലീഫയും അതോടൊപ്പം ദുൽഖറിൻ്റെ സിനിമയുമായിട്ട് അയംഗയുമായിട്ട് ക്ലാഷ് വെച്ച് വരുന്നതുകൊണ്ട് തന്നെ നിവിൻ പോളിയുടെ ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നമ്മൾ സർവ്വമയിലൂടെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചുവരവ് അതിനുശേഷം അൽഫോൺസ് പുത്രൻ്റെ കൂടെ കൈ കോർക്കുമ്പോൾ ഉറപ്പായിട്ടും മലയാളിക്ക് മറ്റൊരു നേരവും പ്രേമവും കിട്ടും, അല്ലെങ്കിൽ അതിന് മേളിൽ പോകും എന്ന രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും നിവിൻ പോളി 50 നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.